ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മീൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമെന്നറിയില്ല. ഇതാണ് മീൻ. ഇപ്പം ഇതിലെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിയ ദണ്ട മീൻ എന്നാണ് ഇതിൻ്റെ പേര്. ദണ്ട ഇതാണ് ഇതിൻ്റെ പേര്. അപ്പം ഇന്ന് ഇതിനെ ഞാൻ മുറിച്ചിട്ടാണ് ഇന്നത്തെ കറികൾ. അപ്പം ഇതാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നല്ല തൂളിയെല്ലുള്ള പോലത്തെ മീനാണ്. വലിയതാണ്, അതുകൊണ്ട് ഒന്നിന് 70 രൂപയാണ്. അപ്പം അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒറ്റയൊരു മീൻ. പിന്നെ അയിലുണ്ട്, അയില വാങ്ങിയില്ല. അയില വാങ്ങാൻ നിന്നില്ല. ഈ മീനാണ്, നല്ല മീനാണിത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് വാങ്ങാമെന്ന്. അതുകൊണ്ട് ഇന്ന് ദണ്ട മീനാണ് വാങ്ങിയത്. ദണ്ട മീനാണ് ഇന്നത്തെ കറി. ഇന്നത്തെ താരം ദണ്ട മീൻ. അതിനെ ഞാൻ മുറിച്ച് ഇതാക്കുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഇതിൻ്റെ തല ഞാൻ എടുക്കുന്നില്ല. തല എൻ്റെ പൂച്ചക്കുട്ടിക്ക് കൊടുക്കണം. അപ്പം അത് വേവിച്ചിട്ട് ചോറും കൂട്ടിയിട്ട് അതിന് ഞാൻ കൊടുക്കും. അപ്പം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അറിഞ്ഞിട്ടില്ല ഞാൻ മീൻ വാങ്ങിയത്. ഇല്ല, ഇപ്പോഴത്തേക്ക് ഇങ്ങ് എത്തിയിട്ടുണ്ടാവും എൻ്റെ അടുത്തേക്ക്. സംഗതി അറിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇപ്പോഴത്തേക്ക് കൂടി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അറിയാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കേന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിപ്പം വന്നിട്ടുണ്ടാവും. തലയവിടെ മുറിച്ച് വെച്ചു. അപ്പം ഇനി ഇതിൻ്റെ ഇതാണ് ഇനി മുറിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഭാഗത്തുള്ള ചെറുക്ക മുറിച്ചെടുക്കണം. ഇതെങ്ങനെയാക്കുമ്പോൾ തന്നെ പോകും. ഇതിൻ്റെ തൂളിയെല്ലാം ശരിക്കും പോയി കിട്ടും. നല്ല ഇറച്ചിയുള്ള സൈസ് മീനാണിത്. പുളിയും മുളകെല്ലാം ഇട്ടാൽ നല്ല രസമുണ്ട്. അങ്ങനെ വറുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കൂട്ടാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മസാലയെല്ലാം പുരട്ടിയിട്ട് സൂപ്പറായിരിക്കും. ബാക്കിയുള്ളതിന് ഉപ്പിട്ടിട്ട് പെരക്കുമ്പോൾ പോയിക്കോളും. അഥവാ ഞാൻ മുറിക്കുമ്പം പോയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതിന് അങ്ങനെ ചെയ്താൽ മതി. അപ്പം അന്നേരം പോയിക്കോളും. ഇതിനെക്കൊണ്ട് തന്നെ കുറേ പോകുന്നുണ്ട്. ഇങ്ങനെ ആക്കുമ്പം തന്നെ ഇതാ കാണുന്നില്ലേ, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അഥവാ പോകുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് പോവുക. ഇപ്പം ഇതെല്ലാം പോയി കിട്ടി. സൂപ്പറായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. പോകാൻ ബാക്കിയൊന്നുമില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് പീസാക്കാം. വാലിൻ്റെ ഭാഗം ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. വാലിൻ്റെ ഭാഗം മുറിക്കുന്നുണ്ട് ഞാൻ. അടിപൊളിയായിട്ടുള്ള മുറിയാണ്. നല്ല ഇതായിട്ട് അപ്പം ഇനി
നമുക്ക് പീസ് പീസാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, എല്ലാം നല്ല കണ്ടീഷനാക്കി ഞാൻ എടുത്തു. ഇതാ കണ്ട. അപ്പം ഞാനിത് പീസ് പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഇടട്ടെ. ഇനി ചെറിയൊരു എന്നതിന് പറയാം മുട്ടയാണ്, ചെറിയ തോതിലുണ്ട്. ഇനി വലിയ വണ്ണത്തിലൊന്നുമില്ല, ചെറിയ തോതിലുണ്ട്. അപ്പോൾ ഇതാ കണ്ട, അതും ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഞാൻ. അപ്പം ഞാനിതൊന്ന് മുറിക്കട്ടെ, ചെറിയ ചെറിയ പീസുകളാക്കട്ടെ. 1 പീസ് ഇതാ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വെക്കാം. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിയിലാക്കുന്നില്ല, ചെറിയ ചെറിയതായിട്ടാണ്. ഓക്കെ, ഇല്ല കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. കത്തിക്കെന്നാൽ തന്നെ മൂർച്ചം കുറച്ച് കുറഞ്ഞു പോയി, ഇല്ലെങ്കിൽ മുറിക്കുമ്പോഴത്തേക്ക് ഇട്ടാന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നതാണ്. ഓരോന്ന് മുറിച്ച് കത്തീൻ്റെ മൂർച്ചം ഇതാ, അതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്ക് എപ്പോഴും മുറിഞ്ഞു പോകും. മൂർച്ചം കൂട്ടാൻ മറന്നുപോയി, അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. മൂർച്ചം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്, അതാണ്. ഇതാ എന്നാലും കിട്ടുന്നുണ്ട്. ഉപ്പെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് അവിടെ നിന്നോളും. ദണ്ഡമീൻ, അതാണ് ഇതിൻ്റെ പേര്. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്നാ പേര് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മളിവിടെ ഇങ്ങനെയാന്ന് പറയാം, ദണ്ടാന്ന്. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കുമല്ലോ മീൻ. നമ്മളിപ്പം ദണ്ടാന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയേണ്ടത് പേരായിരിക്കും. എന്തെന്നായാലും നിങ്ങളത് കമൻറ്റിലിട്ടോ, നിങ്ങളെ നാട്ടിൽ പറയുന്ന പേര് കേട്ടോ. എൻ്റെ അടുത്ത് പറയുന്ന പേര് ഇതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം ഇത് 2 പീസാക്കാം. അപ്പോൾ കറി വെക്കുമ്പോൾ എടുക്കാം, പീസ്. അപ്പം ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഈ തലേനെ നമുക്ക് വേറെ വേവിക്കാൻ വേണ്ടിയിട്ടിടണം. എന്നിട്ട് എൻ്റെ പൂച്ചക്കുട്ടിക്ക് ചോറ് ആക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം ഇവിടുന്ന് തന്നെയാണ് മുറിച്ച് എല്ലാം ക്ലിയറാക്കി. ഇനി ഇത് കഴുകണം ഗൈസ്. ഇതിലേക്ക് ഞാൻ ഉപ്പ് എടുത്തിട്ടിടട്ടെ കഴുകാൻ വേണ്ടിയിട്ട്. ഉപ്പെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പെരക്കിയിട്ട് കഴുകാം. ഉപ്പെല്ലാം ഇട്ട് പെരക്കി ഇനി ഞാൻ കഴുകിയിട്ട് കൊണ്ടുവരട്ടെ ഗൈസ്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പും മുളകെല്ലാം പെരക്കി വെക്കാലോ. അപ്പോൾ ഞാനിതാ ഉപ്പിട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞളിട്ടു. ഇനി മുളകിട്ട് കൊടുക്കട്ടെ ഗൈസ്.
അപ്പോൾ ഇത് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. മുളകും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പെരക്കി വെക്കാം. എന്നിട്ട് അതോടെ അടച്ച് വെക്കാം. എന്നിട്ട് പിന്നെ ഞാൻ കറി വെക്കുന്നതായിരിക്കും. നല്ല ഉപ്പും മുളകെല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല കണ്ടീഷനായിട്ട് കറി വെക്കലും ഫ്രൈ ആക്കലും എല്ലാം എന്നിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിന് നല്ല വൃത്തിയിൽ ഉപ്പും മുളകെല്ലാം പിടിക്കട്ടെ. അപ്പം എൻ്റെ ദണ്ഡമീൻ വാങ്ങി മുറിച്ചിട്ട് എല്ലാം കഴുകിയിട്ട് കഴുകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് അങ്ങേ ഭാഗത്ത് പോയിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഏതായാലും ഫോണെടുത്ത് അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ മുറിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാ എൻ്റെ മീനെല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിവിടെ അടച്ചു വെക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബായ്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ഇതുവരേക്കും ബായ്.